लक्ष्मीस्तावकरामणीयकहृतैवेयं परेष्वस्थिरा इत्यस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपते। ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनाः तेष्वेषा वसति स्थिरैव दयितप्रस्तावदत्तादरा। लक्ष्मीस्तावकरामणीयकहृतैवेयं परेष्वस्थिरा इत्यस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपते। ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनाः तेष्वेषा वसति स्थिरैव दयितप्रस्तावदत्तादरा। സമ്പത്തുണ്ടാവാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നാം അനുസ്മരിച്ചു. നാരായണീയത്തിലെ മറ്റൊരു ശ്ലോകത്തിൽ ഒരു മാർഗം കൂടി നമുക്ക് വേണ്ടി നാരായണീയം പറഞ്ഞു തരികയാണ്. യേ ത്വധ്യാന ഗുണാനുകീർത്തനരസ സക്താഹി ഭക്താജന തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദര. സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മീ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ടത്രേ. ഒരാൾക്ക് എന്താണോ ഇഷ്ടം അത് വേണമല്ലോ നമ്മൾ അയാളെ എപ്പോഴും കൂടെ കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത്. അത് ജീവിതത്തിലെ വലിയ രഹസ്യമാണ്. ഒരാളെ നിങ്ങൾ എപ്പോഴും കൂടെ കാണണമെന്ന് കരുതിയാൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ലക്ഷ്മീ ദേവി എപ്പോഴും നമ്മുടെ കൂടെ വേണമെങ്കിൽ നമ്മൾ ലക്ഷ്മീ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്താൽ മതി. അതെന്താ? യേ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹി ഭക്താജനാഹ. ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കുന്നവരോട് ലക്ഷ്മീ ദേവിക്ക് വളരെ ഇഷ്ടമാണത്രേ. കാരണം ലക്ഷ്മീ ദേവി അവരുടെ ഹൃദയത്തിൽ വന്ന് തൻ്റെ ഭർത്താവായിരിക്കുന്ന ഭഗവാനെ കൺകുളിർക്ക കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ധ്യാനിക്കുന്നവരെ ഈ ദേവിക്ക് വലിയ ഇഷ്ടമാണ്. യേ ത്വധ്യാന ഗുണാനുകീർത്തനരസാഹ. ഇനി ഭഗവാന്റെ ഗുണാനുകീർത്തനം, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കുക, നാമം ജപിക്കുക. ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നാരായണ, കൃഷ്ണ, ഗോവിന്ദ, രാമ, കേശവ ഇങ്ങനെയുള്ള നാമങ്ങൾ ഉറക്കെ ജപിക്കുക. ഇനി ഉറക്കെ ജപിക്കാൻ പ്രയാസമുള്ളവർക്ക് മനസ്സുകൊണ്ട് ജപിച്ചാലും മതി. നിരന്തരമായി നാമം ജപിക്കുന്നവരെ ലക്ഷ്മീ ദേവിക്ക് വളരെ ഇഷ്ടമാണത്രേ. അങ്ങനെ യേ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹി ഭക്താജനാഹ തേഷു ഏഷാ വസതി സ്ഥിരൈവ. ലക്ഷ്മീ ദേവി സ്വതവേ സ്ഥിരയല്ല എന്ന് പറയും, അസ്ഥിരയാണെന്ന് പറയും. അസ്ഥിരയായിരിക്കുന്ന, അതായത് എവിടെയും സ്ഥിരമായി നിൽക്കാത്ത ലക്ഷ്മീ ദേവി ശ്രീകൃഷ്ണ ഭക്തന്മാരുടെ കൂടെ എപ്പോഴും താമസിക്കും. എന്തിനാ? ഗുണാനുകീർത്തനരസാഹ. ഭഗവാന്റെ കഥകൾ, മധുരോദാരങ്ങളായ കഥകൾ കേൾക്കുക. അമ്പാടിക്കണ്ണൻ്റെ കഥകൾ, അതുപോലെ തന്നെ ഭഗവാൻ ചെയ്ത കംസവധം മുതലായിരിക്കുന്ന ലീലകൾ, ഭഗവാൻ ചെയ്തിരിക്കുന്ന ഗോവർദ്ധനോദ്ധാരണം മുതലായ ലീലകൾ. ഈ ലീലകളൊക്കെ ആരാണോ പറയുന്നത്, ആരാണോ ഭഗവാന്റെ കീർത്തനങ്ങൾ മനോഹരമായി പാടുന്നത്, അവരുടെയൊക്കെ ഹൃദയത്തിൽ ലക്ഷ്മീ ദേവി നിരന്തരം വന്ന് താമസിക്കുകയാണ്. ഇനി ഞാൻ ഇവിടുന്ന് പോവുകയില്ല. എന്താ കാരണം? ഈ ഭക്തൻ എൻ്റെ നാഥനായ ഭഗവാന്റെ നാമങ്ങളാണ് പാടുന്നത്. ലക്ഷ്മീ ദേവി ഇത്തരത്തിലുള്ള ഭക്തന്മാരുടെ കൂടെ എല്ലായ്പ്പോഴും ഇരിക്കരുത്. യേ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹി ഭക്താജന തേഷ്വേഷാ വസതി. ഏഷാ വസതി. എവിടെയും സ്ഥിരമായിരിക്കാത്ത അസ്ഥിരയായിരിക്കുന്ന ലക്ഷ്മി ഭഗവത് ഭക്തന്മാരുടെ കൂടെ എല്ലായ്പ്പോഴും സ്ഥിരമായി താമസിക്കുന്നു. എന്താ കാരണം? ലക്ഷ്മീ ദേവിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിനേക്കാൾ താല്പര്യം മറ്റൊന്നിനോടുമില്ല. ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ താല്പര്യം മറ്റൊന്നിനോടുമില്ല. അപ്പോൾ ആ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നോക്കിയാൽ അവിടെ ഭഗവാന്റെ സുന്ദരമായ രൂപം കാണാം. അവരുടെ നാവുകളിൽ നിന്ന് ഭഗവാനെക്കുറിച്ചുള്ള ഗുണകീർത്തനങ്ങൾ ഉറക്കെ കേൾക്കാം. അതുകൊണ്ടാണ് ദത്താദര. അവരോട് വളരെ ആദരവ് പ്രകാശിപ്പിച്ചുകൊണ്ട് ലക്ഷ്മീ ദേവി ആ ഭക്തന്മാരുടെ കൂടെ തന്നെ സ്ഥിരമായി താമസിക്കുകയാണ്. അതുകൊണ്ട് ലക്ഷ്മീ ദേവിയെ കിട്ടാനുള്ള, സമ്പത്ത് ലഭിക്കാനുള്ള രണ്ടാമത്തെ ഒരു മാർഗമാണ് ഈ ശ്ലോകത്തിൽ കൂടെ മേൽപ്പത്തൂർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സമ്പത്ത് ലൗകികമായ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതാണ്. അതിൽ കൂടെ അലൗകികനായ ഈശ്വരനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകം.